എനിക്കാണെങ്കിൽ ഒരു മനുഷ്യനെ ആശ്വസിപ്പിക്കാൻ അറിഞ്ഞൂടാ. ഭയങ്കര മോശമാണ്, ഞാൻ മോശമാണ്. എന്നിട്ട് പുള്ളി എനിക്ക് വിഷമാവുന്നു പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ഇല്ല, അത് പിന്നെ അറിഞ്ഞുണ്ടാക്കിയ കഥയാണ്, ഒരാവശ്യത്തിന് എടുത്തിട്ടതാ. നമ്മുടെ അവിടെ ഒന്നും അങ്ങനെ പറ്റിക്കണ ആൾക്കാരൊന്നും ഇല്ല ചേച്ചി. ഞങ്ങള് തിരുവനന്തപുരംകാരെ പറ്റിക്കുന്ന ആൾക്കാരൊന്നുമല്ല. പിന്നെ ഞാനങ്ങ് സംസാരിച്ച് അപ്പൊ പിന്നെ ആശ്വസിപ്പിക്കാൻ ചെന്നു. എന്റെ ഭാഗത്തും തെറ്റിട്ട് ഞാൻ ചെല്ലരുതായിരുന്നു, ഞാൻ ചെന്നു. പിന്നെ അങ്ങനെ വീണു. അപ്പൊ ട്രൈ ചെയ്ത് നോക്കാന്ന് പറഞ്ഞു. അപ്പോഴും എന്റെ വീട്ടിൽ സമ്മതിക്കില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു, ഇത്രയും ദൂരം ഒരിക്കലും സമ്മതിക്കില്ല എന്ന്. അങ്ങനെ വീട്ടില് ഒരു സമയം ഇപ്പൊ പ്രസന്റ് ചെയ്തപ്പോ എന്നാ പിന്നെ കല്യാണം കഴിച്ചു വന്നായി. എന്നാ ഞാൻ നിങ്ങളിങ്ങനെ സമ്മതിക്കരുത്, നിങ്ങള് എന്റെ ഫോൺ പിടിച്ചു വെക്കണം, എന്നെ തരൂല, നിന്നെ കെട്ടിക്കൂല എന്ന് പറയണം, ഞാൻ കരയണം. എന്റെ മനസ്സിൽ അതൊക്കെയാണെന്ന് ആരും വില വെച്ചില്ല ചേച്ചി. എന്നിട്ട് എന്റെ ഏട്ടൻ വിളിച്ച് അവരോട് ചോദിക്കണേ, നീ ഒന്നുകൂടെ ആലോചിച്ചു, പിന്നെ ഞങ്ങൾ നിന്നെ ചതിച്ചു എന്ന് പറയരുത്. അല്ല എന്റെ അടുത്ത് അന്ന് അങ്ങനെ പറഞ്ഞു, ഒന്നുകൂടെ ആലോചിച്ചിട്ട് മാറി പെട്ടെന്ന്. അത് എന്റെ അടുത്ത് ഏട്ടൻ ചോദിച്ചായിരുന്നു, ഒന്ന് ആലോചിച്ചിട്ട് പോരാ രാവിലെ. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല ഏട്ടാ, ദൂരം ഒരു പ്രശ്നമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അന്നത് കഴിഞ്ഞതാ. ഇപ്പൊ പുള്ളി പറയും, ഞാൻ അന്നേ നിന്റെ അടുത്ത് ചോദിച്ചാ ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ. അപ്പൊ ഇപ്പോഴാണ് എനിക്ക് അതിന്റെ അർത്ഥം മനസ്സിലാവുന്നത്. ചിന്തിച്ചില്ല. പക്ഷെ നിങ്ങളൊരു എന്താ പറയാ, കെമിസ്ട്രി ഭയങ്കര രസമല്ലേ.